പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തുള്ള നിരവധി അൺസങ് ഹീറോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പതിനായിരക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ച റെയിൽവേ മെന്നിനെ കുറിച്ച് നമുക്കറിയില്ല. നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ 4 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസിൻ്റെ ഒരു റിവ്യൂ അല്ല ഈ വീഡിയോ. പക്ഷേ ആരും അറിയാതെ പോയ ഒരു പറ്റം മനുഷ്യജന്മങ്ങളെ നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചു തന്ന ദ റെയിൽവേ മെൻ എന്ന സീരീസ് നിങ്ങൾ കാണണം. ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ നമ്മൾ നിരവധി സിനിമയ്ക്കും സീരീസിനും ടൈറ്റിൽ കൊടുത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ട്രൂ ഇവൻറ്റ്സിൽ നിന്നും ശരിക്കും ഇൻസ്പയർഡ് ആയ ഒരു വെബ് സീരീസാണ്. ഉദ്വേഗഭരിതം എന്ന് പറയാവുന്ന ഒരു സീരീസ്. കാര്യമായ വലിച്ചു നീട്ടലുകളൊന്നുമില്ല. ദ റെയിൽവേ മെൻ എന്ന ആ സീരീസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് അന്ന് ഭോപ്പാലിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടി പറയാതെ പോയാൽ ഈ വീഡിയോ പൂർണ്ണമാകുകയില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. 1984 ഡിസംബർ 3 രാത്രി ഏകദേശം 1 മണി ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ടൻറ്റ് ഗുലാം ദസ്തഗീർ അദ്ദേഹത്തിൻ്റെ മുറിയിൽ സാധാരണ ജോലിയുടെ ഭാഗമായ ചാർട്ട് പ്രിപ്പറേഷനിൽ വ്യാപൃതനായിരുന്നു. വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചൊന്നും അറിയാതെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം ഗോരഖ്പൂർ മുംബൈ എക്സ്പ്രസിൻ്റെ അറൈവൽ ചെക്ക് ചെയ്യുവാൻ മുറിക്ക് പുറത്തിറങ്ങുന്നു. പുറത്തോട്ടിറങ്ങിയതും അദ്ദേഹത്തിന് അന്തരീക്ഷത്തിലെ വായുവിൽ എന്തോ അസാധാരണമായ ഒന്ന് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എരിയുവാൻ തുടങ്ങി. തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞതുപോലെ കടുത്ത വേദന അനുഭവപ്പെടുവാൻ തുടങ്ങി. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സ്റ്റേഷൻ സൂപ്രണ്ടൻറ്റ് HS ഫുർവയും ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ടൻറ്റ് ഗുലാം ദസ്തഗീറുമായിരുന്നു. ദസ്തഗീർ അദ്ദേഹത്തിൻ്റെ സീനിയർ ഭുർവയെ ഇക്കാര്യം അറിയിക്കുവാൻ അവിടെയെല്ലാം തിരയുവാൻ തുടങ്ങി. പക്ഷേ ഭുർവയെ അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഭുർവയെ നിലത്ത് വീണ് കിടക്കുന്നത് കാണുന്നു. ദസ്തഗീർ ഭുർവയെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നു. ഭുർവയെ മരിച്ചു കഴിഞ്ഞിരുന്നു. ദസ്തഗീറിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഭോപ്പാൽ ജംഗ്ഷന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ ഒരു വലിയ അത്യാഹിതം നടക്കുന്നു. ഏകദേശം 50,000 പൗണ്ട് MIC അഥവാ മീഥൈൽ ഐസോസയനേറ്റ്, ഹൈഡ്രജൻ സയനൈഡ്, ഫോസ് G മുതലായവ അടങ്ങിയ വിഷവാതകമാണ് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടത്. ദസ്തഗീർ വളരെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയുള്ള ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ താൻ തന്നെയാണ് എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം സ്വയം ചാർജ് എടുക്കുന്നു. ഈ സമയം ഫാക്ടറിയിലെ ജീവനക്കാർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാമായിരുന്നില്ല. പലരും ശ്വാസം മുട്ടി മരിച്ചു വീഴുന്നു. ഒന്നും മനസ്സിലാകാതെ രക്ഷപ്പെട്ടവർ ഓടി അടുത്ത ആശുപത്രിയിലേക്ക് എത്തുന്നു. ആദ്യ മണിക്കൂറിൽ 4000 പേരാണ് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചത്. ആർക്കും എന്ത് ചെയ്യണം എന്നറിയില്ല. ഡോക്ടർമാരും നഴ്സുമാരും എന്ത് പറ്റിയതാണ് എന്നറിയാതെ, എന്ത് ചികിത്സ കൊടുക്കണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്നു. ഈ സമയം നഗരം വിട്ട് രക്ഷപ്പെടുവാൻ കിതച്ചും കുതിച്ചും നിരവധി നഗരവാസികളാണ് ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് വന്നെടുത്തുകൊണ്ടിരുന്നത്. ഈ സമയം ഭോപ്പാൽ ജംഗ്ഷനിൽ ഗോരഖ്പൂർ ബോംബെ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നു. കമ്പാർട്ട്മെൻറ്റുകളുടെ ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും തുറന്നാൽ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് വിഷവാതകം വ്യാപിച്ചേക്കാം. ദസ്തഗീറിന് യാത്രക്കാരെ കുഴപ്പത്തിലാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. യാത്രക്കാരുടെ സുരക്ഷ മാത്രം മനസ്സിലുണ്ടായിരുന്ന ദസ്തഗീറിന് ട്രെയിൻ ഇനിയും യാത്രയാകാൻ 20 മിനിറ്റ് കൂടി ഉണ്ടെന്നറിയാമായിരുന്നിട്ടും ട്രെയിൻ 20 മിനിറ്റ് മുൻപ് തന്നെ സ്റ്റേഷൻ വിട്ടില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അതിഭയാനകമായ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് സ്റ്റേഷൻ സ്റ്റാഫിനോട് വഴി ക്ലിയർ ചെയ്യുവാനും ഗോരഖ്പൂർ ബോംബെ എക്സ്പ്രസ്സിന് ഒരു ഏർലി ഡിപ്പാർച്ചർ നടത്തുവാനും ആവശ്യപ്പെടുന്നു. ദസ്തഗീർ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും സ്വയം ഏൽക്കുന്നു. ഈ സമയം സ്റ്റേഷനിൽ ജനക്കൂട്ടം കൂടി വരുന്നു. രാത്രിയിലാണ് ഈ അത്യാഹിതം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജനങ്ങളും പൂർണ്ണ നിദ്രയിലായിരുന്നു. പലരും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തന്നെ മരണത്തിന് കീഴടങ്ങുന്നു. ചിലരെല്ലാം ശ്വാസം മുട്ടലുണ്ടായതിനെ തുടർന്ന് നഗരം വിട്ട് രക്ഷപ്പെടുവാൻ സ്വന്തം കാറുകളിൽ കയറി യാത്ര ആരംഭിക്കുന്നു. എന്നാൽ സ്വന്തം വാഹനങ്ങളില്ലാത്ത സാധാരണ ജനങ്ങൾ എങ്ങോട്ടേക്കെങ്കിലും രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നറിയാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ശ്വാസം മുട്ടിയും ചുമച്ചും ചിലരെല്ലാം കരഞ്ഞും ഛർദ്ദിച്ചും കൂടുതലായി എത്തിക്കൊണ്ടിരുന്നു. ദസ്തഗീർ ജനങ്ങൾക്ക് തന്നാലാകുന്ന വിധത്തിൽ സഹായമെത്തിക്കുവാൻ
പ്ലാറ്റ്ഫോമിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് നടന്നും ഓടിയും എത്തിക്കൊണ്ടിരുന്നു. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് അദ്ദേഹം SOS അയക്കുന്നു. അതിനെ തുടർന്ന് 4 ആംബുലൻസുകൾ, പാരാമെഡിക്സ്, റെയിൽവേ ഡോക്ടർമാർ എല്ലാവരും ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് എത്തുന്നു. എല്ലാ ശ്രമങ്ങൾക്കുമിടയിൽ വിഷവാതകത്തിൽ നിന്ന് രക്ഷപ്പെടുക വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. രക്ഷപ്പെടുവാനുള്ള വ്യഗ്രതയിൽ വലിയൊരു കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അതിലേറെ ആൾക്കാർ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. സ്വാഭാവികമായും കണ്ണെരിച്ചിലും ശ്വാസം മുട്ടലും ഉണ്ടായാൽ ആരായാലും ആശുപത്രിയിലേക്കാകും ആദ്യം പോവുക. ഇവിടെ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടവർ റെയിൽവേ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരുമായിരുന്നു. ആർക്കും സ്ഥിതിഗതികളുടെ യഥാർത്ഥ ചിത്രം അറിയുമായിരുന്നില്ല. രോഗലക്ഷണങ്ങളും സൂചനകളും അവർക്ക് തീർത്തും അപരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗം എന്താണെന്നോ അതിൻ്റെ കാരണമോ കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഹമീദിയ ഹോസ്പിറ്റൽ. 1200 ബെഡായിരുന്നു അതിൻ്റെ കപ്പാസിറ്റി. ഏകദേശം രാത്രി 1:20 കണ്ണെരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ആൾ ആശുപത്രിയിൽ എത്തുന്നു. അടുത്ത 5 മിനിറ്റിൽ 1000 പേരാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. ചിലരെല്ലാം യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് വിവരങ്ങൾ ശേഖരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് ഉപയോഗപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. കമ്പനിയുടെ മെഡിക്കൽ ഓഫീസർ LD ലോയ പറഞ്ഞത് പുറത്തു വരുന്ന ഗ്യാസ് ഒരു വിഷവാതകം അല്ല എന്നും നനഞ്ഞ തുണി കൊണ്ടുള്ള ബാൻഡേജുകൾ കൊണ്ട് കണ്ണടച്ചു കെട്ടുവാനുമാണ് ഉപദേശിച്ചത്. ഈ സമയം ഏകദേശം വെളുപ്പിന് 1:25 കൺട്രോൾ റൂമിലെത്തുന്ന സൂപ്രണ്ടൻഡന്റ് ഓഫ് പോലീസ് സ്വരാജ് പുരി കാണുന്ന കാഴ്ച കണ്ണുകൾ തിരുമി നിസ്സഹായരായി ചുമച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയായിരുന്നു. അദ്ദേഹം കാർബൈഡ് ഫാക്ടറിയിൽ വിളിക്കുന്നു. 1-2 വിളികളോടെ എല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പ് കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നു. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വിളിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തങ്ങൾക്കറിയില്ല എന്ന് കാർബൈഡ് ഫാക്ടറിയിൽ നിന്നുമുള്ള ഉത്തരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. രാത്രി ഏകദേശം 2:10 ആശുപത്രിയിൽ 4000-ഓളം പേഷ്യൻസ് അഡ്മിറ്റ് ആകുന്നു. ഈ സമയം ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വലിയ കുഴപ്പങ്ങൾ ആരംഭിച്ചിരുന്നു. ബോംബെ ഗോരഖ്പൂർ എക്സ്പ്രസ് ട്രെയിനിനെ ദസ്തഗീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സീനിയർ HS ബുർവെ മറ്റൊരു ട്രെയിൻ ഭോപ്പാലിൽ നിർത്താതെ പോകുമെന്നത് ഉറപ്പാക്കുന്നതിനിടയിൽ മരിച്ചുപോയി എന്നതും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ യാത്രക്കാർക്ക് സഹായം എത്തിക്കുക എന്നത് ആ ഒരു സാഹചര്യത്തിൽ ദുഷ്കരവും വെല്ലുവിളികൾ നിറഞ്ഞതുമായിരുന്നു. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ മാത്രമായിരുന്നു ദസ്തഗീറിൻ്റെ ഭാര്യയും 4 മക്കളും താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ തൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുവാൻ പോലും പോകാതെ ദസ്തഗീർ തൻ്റെ സഹായം ഏറ്റവും ആവശ്യമുള്ള ഇടത്ത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിലയുറപ്പിച്ചു. ഭോപ്പാലിലേക്ക് എത്തുന്ന ഒരു ട്രെയിനും അവിടെ നിർത്താതിരിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. മൻസൂർ അഹമ്മദ് ഖാൻ ദസ്തഗീറിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു. എത്രയും വേഗം ഭോപ്പാൽ വിട്ടു പുറത്തു പോകുവാൻ ഏകദേശം 3 മണിയോടെ സ്റ്റേഷനിൽ കുടുംബവുമായി എത്തിയ മൻസൂർ അഹമ്മദ് ഖാൻ കണ്ടത് പ്ലാറ്റ്ഫോമിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് അക്ഷീണം അവിരാമം തൻ്റെ ആരോഗ്യത്തെയോ തനിക്കുണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ തൻ്റെ കുടുംബത്തെ പോലും മറന്നുകൊണ്ട് യാത്രക്കാർക്ക് സഹായം എത്തിച്ചുകൊണ്ടിരുന്ന ദസ്തഗീറിനെ ആയിരുന്നു. ഇത് കണ്ട മൻസൂർ അഹമ്മദ് ഖാന് ദസ്തഗീറിനെ തനിയെ വിട്ടിട്ട് സ്റ്റേഷൻ വിട്ടു പോകുവാനായില്ല. ആശുപത്രികളിലെയും സ്റ്റേഷനിലെയും ഡോക്ടർമാരും പാരാമെഡിക്സും എല്ലാം ഓരോ ജീവനും രക്ഷിക്കുവാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. രോഗലക്ഷണങ്ങൾക്ക് കാരണമായതെന്തോ അതിന് ചികിത്സിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡോക്ടർമാർ കണ്ണെരിയുന്നതിന് കണ്ണിലൊഴിക്കുന്ന ഐ ഡ്രോപ്സ് കൊടുക്കുന്നു. നീരുവീക്കം തടയാൻ സ്റ്റിറോയിഡ് കൊടുക്കുന്നു. സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുവാൻ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നു. വയറ്റിലെ പ്രശ്നങ്ങൾക്ക് ആൻറ്റാസിഡ് കൊടുക്കുന്നു. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും ഗ്യാസ് ലീക്കായി അവർക്ക് മനസ്സിലായി. പക്ഷേ ഏത് ഗ്യാസാണ് ലീക്കായത്? MIC മീത്തൈൽ ഐസോസയനേറ്റ് ആണ്, ഫോസ്ജീൻ ആണ്, ഇനി അതുമല്ല ഹൈഡ്രജൻ സയനൈഡ് ആണ്. 3 വർഷം മുമ്പ് 1981 ഡിസംബറിൽ ഇതുപോലെ ഒരു അപകടം കാർബൈഡ് ഫാക്ടറിയിൽ നടന്നിരുന്നു. അന്ന് ഫോസ്ജീൻ ആയിരുന്നു വില്ലൻ. കാർബൈഡ് ഫാക്ടറിയിൽ അന്ന് അഷ്റഫ് മുഹമ്മദ് ഖാൻ എന്നു പേരായ ഒരു തൊഴിലാളി മരിച്ചിരുന്നു. എന്നിട്ടും ഇപ്പോൾ കമ്പനി വിഷയത്തിൻ്റെ തീവ്രത എത്ര കണ്ട് കുറച്ച് കാണിക്കാമോ അതിനുള്ളതെല്ലാം ചെയ്യുന്നു. MIC ആണ് ചോർന്ന വിഷവാതകം. പക്ഷേ പേടിക്കാറൊന്നുമില്ല. നനഞ്ഞ തുണി കൊണ്ട് കണ്ണും മൂക്കും മൂടിയാൽ മതി എന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. MIC മീഥൈൽ ഐസോസയനേറ്റ് സാധാരണ കൂടിയ ടെമ്പറേച്ചറായ 38 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ വേപ്പറൈസ് ചെയ്യാറുള്ളൂ. എന്നാൽ ഫോസ്ജീൻ 8 ഡിഗ്രി സെൽഷ്യസിൽ വേപ്പറൈസ് ചെയ്യും. അതുകൊണ്ട് ഡിസംബറിലെ തണുത്ത കാലാവസ്ഥയിൽ ഫോസ്ജീൻ തന്നെയാണ് യഥാർത്ഥ വില്ലൻ എന്ന അനുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തിച്ചേർന്നു. എന്നാൽ അപകടം നടക്കുന്ന സമയത്ത് ഫാക്ടറിയിലെ ടെമ്പറേച്ചർ 400 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ സമയത്ത് അമേരിക്കയിലെ കാർബൈഡ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടർ വിപിൻ അവാസിയ
സയനൈഡ് പോയിസണിങ് ആണ് സംശയിക്കുന്നത് എങ്കിൽ സോഡിയം തയോസൾഫേറ്റ് ആണ് ഏറ്റവും നല്ല ആൻറ്റിഡോട്ട് എന്നറിയിക്കുന്നു. കാരണം MIC കമ്പസ്റ്റൻ സമയത്ത് ഹൈഡ്രജൻ സയനൈഡായി ബ്രേക്ക് ഡൗൺ ആവും. ഹൈഡ്രജൻ സയനൈഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സോഡിയം തയോസൾഫേറ്റിന് കഴിയുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. എന്നാൽ 10 ദിവസങ്ങൾക്ക് ശേഷം ബിപിൻ അവാസിയ മലക്കം മറിഞ്ഞു. ഭോപ്പാലിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അവിടെ സയനൈഡ് പോയിസണിങ് ഉണ്ടായിട്ടേയില്ല എന്നയാൾ സമർത്ഥിച്ചു. മാത്രമല്ല ആൻറ്റിഡോട്ട് യൂസ്ലെസ് എന്നും അയാൾ പറഞ്ഞു. MIC സയനൈഡ് അല്ല എന്നും അത് വെള്ളവുമായി ചേർന്നാൽ പ്രകൃത്യ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുമെന്നായിരുന്നു കമ്പനി ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞത്. പക്ഷേ കമ്പനിയുടെ ഈ വിശദീകരണം വളരെ താമസിച്ചു പോയി. ആ സമയമായപ്പോഴേക്കും ആയിരക്കണക്കിന് പേരാണ് ആശുപത്രികളിൽ ചികിത്സയും കാത്തിരുന്നത്. ഡിസംബർ 8-ാം തീയതി ജർമ്മൻ ടോക്സിക്കോളജിസ്റ്റ് മാക്സ് ഡോണ്ടറർ 50,000 ഡോസ് സോഡിയം തയോസൾഫേറ്റുമായി ഭോപ്പാലിലെത്തുന്നു. സോഡിയം തയോസൾഫേറ്റ് രോഗികളിൽ പരീക്ഷിച്ചപ്പോൾ അത് വളരെ ഫലപ്രദമെന്ന് കാണുവാൻ തുടങ്ങുകയും രോഗികൾ പതിയെ റിക്കവർ ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സോഡിയം തയോസൾഫേറ്റ് കൊടുത്ത ഒരു രോഗി മരിച്ചു പോവുകയും ആ സംഭവം ജർമ്മൻ ഡോക്ടർക്കെതിരെയുള്ള കടുത്ത വിമർശനങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും നയിച്ചു. മാക്സ് ഡോണ്ടററെ അദ്ദേഹത്തിൻ്റെ ആൻറ്റിഡോട്ട് സഹിതം പിന്നീട് തിരിച്ചയച്ചു. ഗാന്ധി മെഡിക്കൽ കോളേജിലെ സീനിയർ പ്രൊഫസർമാരെല്ലാം സോഡിയം തയോസൾഫേറ്റിൻ്റെ ഉപയോഗത്തെ നിരാകരിച്ചു. ഡിസംബർ 13-ാം തീയതി മധ്യപ്രദേശ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഡോക്ടർ നാഗു സയനൈഡ് പോയിസണിംഗ് ആണെന്ന് തെളിയിക്കാത്തിടത്തോളം സോഡിയം തയോസൾഫേറ്റ് കൊടുക്കരുത് എന്ന് സർക്കുലർ ഇറക്കി. എന്നിരുന്നാലും സയനൈഡ് പോയിസണിംഗ് തന്നെയാണെന്ന് കരുതിയ ഒട്ടേറെ പേർ സോഡിയം തയോസൾഫേറ്റ് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം സോഡിയം തയോസൾഫേറ്റ് ആദ്യം കൊടുത്ത ഒട്ടേറെ പേർ സുഖം പ്രാപിച്ചിരുന്നു. മാത്രമല്ല ഭോപ്പാൽ മെഡിക്കൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഹരീഷ് ചന്ദ്ര മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ നടത്തിയ ഓട്ടോപ്സിയിൽ സയനൈഡ് പോയിസണിംഗ് കണ്ടെത്തിയിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ICMR സോഡിയം തയോസൾഫേറ്റ് തന്നെ ഉപയോഗിക്കുവാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകി. എന്തുകൊണ്ടായിരുന്നു ഇത്രയേറെ കൺഫ്യൂഷൻ ഉണ്ടായത്? MICയെയും സയനൈഡിനെയും പറ്റി ഫാക്ടറിയുടെ ഓണറായിരുന്ന കമ്പനി എന്തുകൊണ്ടായിരുന്നു ഇത്രമാത്രം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്? ഉത്തരം വ്യക്തമായിരുന്നു. ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടാക്കാൻ പോകുന്ന ഭീമമായ നഷ്ടപരിഹാരത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ MICയുടെ സൈഡ് എഫക്ട്സ് കമ്പനിക്ക് കുറച്ച് കാണിക്കണമായിരുന്നു. കമ്പനി സൃഷ്ടിച്ച ആശയക്കുഴപ്പത്തിലും അവർ നൽകിയ തെറ്റായ വിവരങ്ങളിലും മധ്യപ്രദേശ് സർക്കാരും വീണുപോയി. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കൊടുക്കുവാൻ ആകുമായിരുന്നു. എങ്കിൽ ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുമായിരുന്നു. ഭോപ്പാൽ ദുരന്തം യഥാർത്ഥത്തിൽ ഒഴിവാക്കാനാകുമായിരുന്ന ഒരു ദുരന്തമായിരുന്നു. ഒട്ടേറെ കോണുകളിൽ നിന്ന് നിരവധി മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ആവശ്യത്തിന് സുരക്ഷാ മുൻകരുതലുകൾ ഇല്ല എന്ന കാരണത്താൽ ഫാക്ടറി ഉയർത്തുന്ന അപകട സാധ്യതകൾ വളരെ ആൾക്കാർ പലപ്പോഴായി കമ്പനിയെയും സർക്കാരിനെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചിരുന്നു. പക്ഷേ എല്ലാം പതിച്ചത് ബധിര കർണങ്ങളിലായി. സർക്കാരിൻ്റെ പിടിപ്പുകേടും അനാസ്ഥയും ഇക്കാര്യത്തിൽ വളരെ വലുതായിരുന്നു. പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന വിലയോ വളരെ വലുതും. 15,000-ത്തിലധികം മനുഷ്യജീവനുകളാണ് അന്ന് കുരുതി കൊടുക്കപ്പെട്ടത്. 1981-ൽ അഷ്റഫ് മുഹമ്മദ് ഖാൻ്റെ മരണത്തിന് ശേഷം കമ്പനിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പഠിക്കുവാൻ അമേരിക്കയിൽ നിന്ന് 3 എക്സ്പേർട്സ് 1982 മെയ്യിൽ കമ്പനിയിലെത്തിയിരുന്നു. അവർ 60-ലധികം സുരക്ഷാ പ്രശ്നങ്ങൾ കമ്പനിയിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ ഫാക്ടറിയുടെ അടുത്ത് താമസിക്കുന്നവരെ എങ്ങനെ ഒഴിപ്പിക്കണം എന്നതിനെക്കുറിച്ചും അവരെങ്ങനെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചും വേണ്ടവിധം ബോധവൽക്കരിച്ചിരുന്നില്ല എന്നും കണ്ടെത്തിയിരുന്നു. MIC ടാങ്കുകൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടാമിനേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ടാങ്കിൻ്റെ പ്രഷർ ഗേജ് ഡിഫക്റ്റീവായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ ഉയർത്തിയ മുന്നറിയിപ്പുകളും അപകട സൂചനകളും അവർ പിന്നീട് റിപ്പോർട്ടായി കൊടുത്തു. അതിൽ നിന്നും ആ റിപ്പോർട്ടുകളിൽ നിന്നും 3 ആർട്ടിക്കിളുകൾ, സേവ് ദി സിറ്റി, ഭോപ്പാൽ ഈസ് സിറ്റിംഗ് ഓൺ എ വോൾക്കാനോസ് മൗത്ത്, യു വിൽ പെരിഷ് ഇഫ് യു ഡോണ്ട് ടേക്ക് ദി സീരിയസ്ലി, ഇങ്ങനെ 3 ആർട്ടിക്കിളുകൾ രാജ്പത്ത് എന്നു പേരായ ഒരു ലോക്കൽ പത്രത്തിൽ രാജ്കുമാർ കേസ്വാനി എന്നു പേരായ ഒരു ലോക്കൽ പത്രപ്രവർത്തകൻ പ്രസിദ്ധീകരിച്ചു. കേസ്വാനിയുടെ ഭോപ്പാൽ പ്ലാന്റിനെ കുറിച്ചുള്ള അവസാനത്തെ ആർട്ടിക്കിൾ ഭോപ്പാലിൽ ഒരു ദുരന്ത സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പുമായാണ് 1984 ജൂൺ 16 ദേശീയ ദിനപത്രം ജൻസാട്ടായിൽ പ്രസിദ്ധീകരിച്ചത്. കേസ്വാനിയുടെ ശ്രമങ്ങൾ, യഥാർത്ഥ പത്രപ്രവർത്തകൻ്റെ റോളും സ്വതന്ത്ര പത്രപ്രവർത്തനത്തിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. കേസ്വാനി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പക്ഷേ അയാളുടെ ജോലി സത്യസന്ധമായി ചെയ്തു, അത്രമാത്രം. അങ്ങനെയാണ് രാജ്കുമാർ കേസ്വാനി ഭോപ്പാൽ ദുരന്തത്തിലെ മറ്റൊരു അൺസങ് ഹീറോ ആകുന്നത്. കേസ്വാനി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആർട്ടിക്കിളിൽ
മറ്റൊരു പ്രധാന കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു. 1975 ഭോപ്പാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന MN ഫുജ് എന്നു പേരുള്ള ഒരു ബ്യൂറോക്രാറ്റായിരുന്നു. ഇദ്ദേഹം യൂണിയൻ കാർബൈഡ് ഫാക്ടറി അവിടെ നിന്നും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. പിന്നീട് സംഭവിച്ചത് ഫുജിനെ അവിടെ നിന്നും സ്ഥലം മാറ്റി എന്ന് മാത്രമല്ല, യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഭോപ്പാൽ മുനിസിപ്പൽ കോർപ്പറേഷന് ഒരു പൊതു പാർക്ക് പണിയുവാൻ 25,000 രൂപ സംഭാവന കൊടുത്തു. ഇതിൽ നിന്നും കാർബൈഡ് കമ്പനിയും സർക്കാരും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു അദ്ദേഹം വെളിച്ചത്തിൽ കൊണ്ടുവന്നത്. ഇനി നമ്മുടെ റെയിൽവേ മെൻ സീരീസിലേക്ക് വന്നാൽ കുറേയേറെ അൺസങ് ഹീറോസിനെ നമുക്കിവിടെ കാണാം. ഭോപ്പാൽ ദുരന്തത്തിൻ്റെ മറ്റൊരു ആംഗിളിൽ നമുക്കതിനെ കാണുവാൻ കഴിയുന്ന ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള നേർചിത്രമാണ് ഈ സീരീസ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിൻ്റെ വ്യാപ്തി വലിയൊരളവിൽ കുറയ്ക്കാൻ സഹായിച്ച ആരാലും അറിയപ്പെടാതെ പോയ ധീരരായ റെയിൽവേ മെൻ്റെ കഥയാണിത്. KK മേനോൻ അവതരിപ്പിച്ച എക്സ്പീരിയൻസ്ഡായ സ്റ്റേഷൻ മാസ്റ്റർ ഇഫ്തീഖർ സിദ്ദിഖിയുടെ കഥാപാത്രം ഗുലാം ദസ്തഗീർ എന്ന ഒറിജിനലിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദസ്തഗീർ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ വിഷവാതകവും ശ്വസിച്ചുകൊണ്ട് നിരപരാധികളായ യാത്രക്കാരെ രക്ഷിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചു. ഗുലാം ദസ്തഗീർ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പിന്നീടുള്ള 19 വർഷങ്ങൾ കൂടുതലും ആശുപത്രിയിലായിരുന്നു. 2003 അദ്ദേഹം മരിക്കുന്നത്. റെയിൽവേ മെനിലെ പ്രാദേശിക പത്രപ്രവർത്തകൻ ജഗ്മോഹൻ കുമാവത്താണ് സീരീസിൽ കാർബൈഡ് പ്ലാന്റിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും ദുരന്തത്തിൻ്റെ കാരണങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. സണ്ണി ഹിന്ദുജയാണ് ഈ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത്. റിയൽ ലൈഫ് ജേർണലിസ്റ്റ് രാജ്കുമാർ കേശ്വാനിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കേശ്വാനിയുടെ ലേഖനങ്ങളിൽ നിന്ന് കടം കൊണ്ടാണ് സീരീസിൻ്റെ കൂടുതൽ കഥാപരിസരവും സൃഷ്ടിച്ചിരിക്കുന്നത്. R മാധവൻ അവതരിപ്പിക്കുന്ന രവി പാണ്ഡെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ജനറൽ മാനേജറാണ്. റിയൽ ലൈഫ് ക്യാരക്ടർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ സമയത്തെ നോർത്തേൺ റെയിൽവേ ജനറൽ മാനേജറായിരുന്ന ഗൗരി ശങ്കറിൽ നിന്നാണ് മാധവൻ്റെ രദീപ് പാണ്ഡെക്കുള്ള ഇൻസ്പിരേഷൻ. ഗ്യാസ് ലീക്കിൻ്റെ സമയത്ത് രദീപ് പാണ്ഡെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഗൗരി ശങ്കർ റിയൽ ലൈഫിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയായി. ഗൗരി ശങ്കർ മേലധികാരികളുടെ ഓർഡറുകൾ ധിഖരിച്ചുകൊണ്ട് തൻ്റെ ഇൻസ്പെക്ഷൻ സ്പെഷ്യൽ ട്രെയിനിൽ ഭോപ്പാൽ ജംഗ്ഷനിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. സീരീസിൽ യൂണിയൻ കാർബൈഡ് മാനേജർ കമറുദ്ദീൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ദിവ്യേന്ദു ഭട്ടാചാര്യ ആണ്. ഈ ക്യാരക്ടർ കാർബൈഡിലെ മാനേജർ ബഷീറുള്ള എന്ന റിയൽ ലൈഫ് ഇൻഡിവിജ്വലിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. സീരീസിൻ്റെ തുടക്കത്തിൽ കാർബൈഡിൻ്റെ CEO വാറൻ ആൻഡേഴ്സൺ ഇന്ത്യ വിട്ടുപോകുന്നത് രാജ്കുമാർ കേസ്വാനി കാണുന്നുണ്ട്. അത് റിയൽ ലൈഫ് ക്യാരക്ടർ വാറൻ ആൻഡേഴ്സണിൽ നിന്ന് തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. അന്ന് ഇന്ത്യ വിട്ട വാറൻ ആൻഡേഴ്സൺ പിന്നീട് അയാൾക്കെതിരെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ അവഗണിച്ചതും ഇത്രയും വലിയ ഒരു കൂട്ടക്കുരുതിക്ക് കാരണമായ ആളെന്ന നിലയിലുമുള്ള ഒരു ചാർജും നേരിടുവാൻ പിന്നീട് ഇന്ത്യയിൽ ഒരിക്കലും തല കാണിച്ചിട്ടില്ല. സർക്കാരിൻ്റെ കണക്കുകൾ വളരെ കുറവായിരുന്നുവെങ്കിലും 15,000 മുതൽ 20,000 പേര് വരെ എങ്കിലും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കമ്പനിയും കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റും കാണിച്ച അനാസ്ഥയായിരുന്നു ദുരന്തത്തിൻ്റെ കാരണക്കാർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിൻ്റെ കാരണക്കാർ അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടില്ല. മരിച്ചവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ നീതി കിട്ടിയോ? ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.